ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ 13th ഡേ നമ്മൾ ഒരേ നല്ല രീതിയിൽ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഇതുവരെ ഹെയർ കെയർ ചലഞ്ച് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടുള്ള വീഡിയോസ് കണ്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് പ്രൊസീജിയർ വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രൊസീജിയർ വൈസ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് ആണ്. എല്ലാവർക്കും അറിയാം, ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളർച്ച ത്വരിതപ്പെടുത്താനും അതേപോലെ തന്നെ മുടിയുടെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മുടി കരുത്തോടെ വളരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം. ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്പിൽ ചെയ്യണം. അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്ന് ഞാൻ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് മുടിയുടെ താരനുള്ള പ്രോബ്ലംസ് കൂടെ മാറാനും അതേസമയം തന്നെ മുടിക്കൊരു നല്ല മണം കിട്ടാനും മുടി വളർച്ച നല്ലതുപോലെ ആക്കാനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജിനുള്ള എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹോട്ട് ഓയിൽ മസാജിനുള്ള എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നോക്കിയിട്ട് വരാം. ഈ ഹെയർ ഓയിലിംഗ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ. ഇത് നിങ്ങൾ അകത്ത് തന്നെ വെക്കാതെ സംടൈം 21 ദിവസം കഴിഞ്ഞാലും ശരി, വല്ലപ്പോഴൊക്കെ എടുത്ത് വെയിലത്തൊട്ടൊന്ന് വെച്ചേക്കണേ. വെയിലത്ത് വെച്ച് ചൂടാക്കി വേണം എടുക്കാനായിട്ട്. ചുമ്മാ വെയിലത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. പിന്നെ നമുക്ക് വേണ്ടത് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ, ഇത് വേണം. പിന്നെ വേണ്ടത് കുറച്ച് തുളസി ഇല വേണം, അത്യാവശ്യം ഇത്രയും തുളസി ഇല വേണം. പിന്നെ ഒരു 3 പെപ്പർ, ചെറിയ പെപ്പർ ചതച്ചെടുത്തതാണ്. അത്രയാണ് സാധനങ്ങളാണ് വേണ്ടത്. ഇത്രയും വെച്ചിട്ടാണ് നമ്മളൊരു ഡീപ്പ് ഓയിൽ, അതായത് ഹെയർ ഓയിൽ, നമ്മളൊരു ഹെയർ മസാജ്, ഹോട്ട് ഓയിൽ മസാജ് തലയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കുറച്ച് എടുത്താൽ, ഒരുപാട് എണ്ണ എടുത്ത് ചെയ്യരുത്. പക്ഷേ നമ്മൾ നല്ലപോലെ ഹെയർ മസാജ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാച്ചിയ എണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂൺ കാച്ചിയ എണ്ണ ഒഴിക്കാം. അതേ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അതേ ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓയിൽ, ഈ 3 ഓയിൽസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലും പിന്നെ നമ്മൾ കാച്ചിയ ഈ എണ്ണയും. ഈ 3 എണ്ണയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ കുരുമുളക് ഇതിനകത്ത് ആഡ് ചെയ്യുക. അതായത് ഒരു 4 കുരുമുളക് ചതച്ചെടുത്തതാണിത്. ചതച്ചെടുത്തത് അതിനകത്ത് ആഡ് ചെയ്യുക. ഇത് നമ്മുടെ തലമുടിയിലെ താരനൊക്കെ മാറാനായിട്ട് കുരുമുളക് നല്ലപോലെ സഹായിക്കും. താരന് വേണ്ടിയിട്ട് മാത്രമല്ല, മുടിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും മുടിയിലുള്ള പേന്, ഈര് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ കുരുമുളക് നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിനും വളരെ നല്ലതാണ് ഈ ഒരു കുരുമുളക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തുളസിയില ഒന്ന് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇതുപോലെ നമ്മൾ ഈ കറിവേപ്പിലയൊക്കെ കറിക്കകത്ത് പിച്ചിയിടില്ല, അതുപോലെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുക. ഒരു പിടി തുളസിയില മതി, ഒരുപാട് വേണ്ട, അത്ര ഇട്ട് കൊടുക്കുക. തുളസി ഇലയോ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ലപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ അറിയാമല്ലോ, തിളച്ച വെള്ളത്തിനകത്ത് വെച്ചിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ചെറിയ ചൂടോടെ വേണം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. തലയിൽ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും തലയോട്ടിയിലേന്നും തലമുടിയിലും തലയോട്ടിലും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. മുടിയിൽ പ്രത്യേകിച്ച് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മുടെ തലയോട്ടിയിലെ ഓരോ ഇതും മർമ്മോ അറിഞ്ഞ് നമ്മുടെ കൈയുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഓയിലാണ്. ഇതെനിക്ക് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഓരോ ഗുണങ്ങൾ അങ്ങനെ പറഞ്ഞു തരാനായിട്ട് വിശദമായിട്ട് അറിയില്ല. എങ്കിലും ഇത് നിങ്ങളുടെ തലമുടിക്കും നല്ലതാണ്. തലമുടിക്ക് നല്ലൊരു മണവും കിട്ടും. നമ്മൾ ഈ ഹെന്നയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് തിരിച്ചു വരാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ സഹായിക്കും. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ ഓരോന്ന് ചെയ്യുന്നത്. ഹെന്ന ചെയ്ത് കഴിഞ്ഞു, മുടി ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടീഷണർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു നല്ല ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളർച്ച പെട്ടെന്നാവും, നല്ലപോലെ മുടി വളരും, നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. വെള്ളം നല്ലപോലെ ചൂടായതിനു ശേഷം, അത് ഒരുപാട് വെള്ളം എടുക്കരുത്, ആവശ്യത്തിന് വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വെള്ളത്തിനകത്ത് വെച്ച് ഇറക്കി വെച്ചതിന് ശേഷം നല്ലപോലെ അതൊന്ന് ചൂടായി കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ അടുത്ത് കാണിക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ വെള്ളത്തിനകത്തിരുന്ന് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ ചൂടാകണം. 5 മിനിറ്റ്സ് വെക്കണം. അപ്പോഴാണ് ഈ തുളസി ഇലയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഗുണങ്ങൾ അതിനകത്ത് ഇറങ്ങി
നല്ല ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് തരുള്ളൂ. തലയിൽ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അതുപോലെ വെക്കണം. ഇത് വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ആ തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. അത്രയും തിളയ്ക്കേണ്ട, ചെറുതാക്കി വെച്ച് കൊടുക്കുക. ചെറുതാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ അപ്പോഴപ്പോഴൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അതിനകത്ത് ഇറങ്ങും. പതുക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കാം. ഒരു 5 മിനിറ്റ്സ് ഇളക്കുക. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഇത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇതെടുത്ത് നല്ലതുപോലെ അരിച്ച് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. ഈ ഇല അങ്ങ് ഡ്രൈ ആകില്ലേ? ഡ്രൈ ആകുന്ന സമയത്ത് അത് നമുക്ക് പൊടിച്ച് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചൊന്നും അല്ല ഉപയോഗിക്കുന്നത്. അരിക്കാതെ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്കിത് കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ്സ് ഇരിക്കട്ടെ. ഇരുന്ന് അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം കണ്ട ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സോളം ആയി. ഇപ്പം അതിൻ്റെ പതയൊക്കെ മേളിൽ ഇങ്ങനെ ഒരു പതയൊക്കെ വന്ന് ആ പത നല്ലപോലെ പത വന്നതിന് ശേഷം ഈ ഒരു പത അടങ്ങാൻ പോകുന്നൊരു സമയം 5 മിനിറ്റ് ആകാൻ പോകുന്നു. ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ കണ്ട അതിൻ്റെ കളറൊക്കെ, തുളസിയുടെ കളറൊക്കെ നല്ലപോലെ ഇറങ്ങി, അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ്, നിങ്ങൾ പരുവം അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇത് വെളിയിലെടുക്കാം. വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട്, അത്രയും ചൂടോടെ തലയിൽ തേക്കരുത്, ഒന്ന് ചെറുതായിട്ട് ഒരു 2 മിനിറ്റ്സ് വെളിയിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ആ ചൂടോടെ വേണം നമ്മൾ തലമുടിയിൽ എല്ലായിടത്തുമായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇറക്കാം. കണ്ടോ പതയൊക്കെ ഇങ്ങനെ അടങ്ങി ഒരു സൈഡിലോട്ട് ആ പതയൊക്കെ ആകുന്ന സമയത്ത് ആദ്യം നല്ലപോലെ പത വരും. ഇപ്പം ഈ പതയൊക്കെ ഒരു സൈഡിലോട്ട് ആകുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ചൂട് കാണും, എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. അതങ്ങനെ എടുത്ത് വെളിയിൽ വയ്ക്കുക. ഇതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടവൽ കൊണ്ട് ഒരു കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ നല്ലതുപോലെ ഒരു ചെറിയ ടവൽ നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം അത് മുടിയിലൊന്ന് കെട്ടിവെക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം കെട്ടി ആ ചൂടൊന്ന് പോകുന്ന സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പിഴിഞ്ഞ് കെട്ടി ഒരു 3-4 പ്രാവശ്യം അതുപോലെ ആ ചൂടൊന്ന് അകത്തോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചൂട് കൊടുക്കുന്നത് നമ്മൾ ആ സ്പാ ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന ക്യാപ്പ് പോലുള്ളൊരു സംഭവം അത് ഉപയോഗിച്ചിട്ടാണ് ചൂട് കൊടുക്കുന്നത്. ഇപ്പൊ അതില്ലാത്തവർക്കാണെങ്കിൽ അതുപോലെ ടവൽ ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് ഒരു 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് നല്ലപോലെ ഷാമ്പൂ ഇട്ട് എണ്ണ ഫുള്ളായിട്ട് കഴുകി കളയുക. നമ്മുടെ തലയിൽ എണ്ണമയോ അങ്ങനെ എണ്ണ ഒരുപാട് ഇരിക്കാൻ പാടില്ല. കാരണം നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ട് വെളിയിൽ പോകുന്ന സമയത്ത് ആണെങ്കിൽ പൊടികളൊക്കെ തലയിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അഴുക്കൊക്കെ ഉണ്ടായിട്ട് വീണ്ടും താരനുണ്ടാകാനും മുടി കൊഴിച്ചിലുണ്ടാകാനും മുടിയിൽ കെട്ട് വീഴാനായിട്ടും അതുപോലെ തന്നെ കായൊക്കെ ഉണ്ടാകാനായിട്ടും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു ഹെവി ഓയിൽ മസാജ് അല്ലേ ചെയ്തത്, അപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളയുക. അതിനുശേഷം നമ്മൾ റോസ് വാട്ടർ വെച്ചിട്ട് ഒരു സീറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സീറം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ ഹോട്ട് ഓയിൽ മസാജ്? മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നവർ, ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ കുടിക്കുന്ന വെള്ളം പലരും ഡൗട്ട് ചോദിച്ചിരുന്നു ഞങ്ങൾ എന്താണ് കഴിക്കേണ്ടത്. ധാരാളം ഇലക്കറികൾ കഴിക്കുക, മാക്സിമം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തുക, മുളപ്പിച്ച സൈസിലുള്ള ധാന്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക.
എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇൻടേക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുടി പെട്ടെന്ന്, മുടിയായിരുന്നെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിനായിരുന്നാലും പെട്ടെന്ന് വളരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ 100% തന്നെ, നിങ്ങൾക്ക് എന്റെ മുടി ആ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നതിനെക്കാട്ടി ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ കെരാറ്റിൻ വരെ ചെയ്ത മുടിയാണ്, അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ് വരെ ചെയ്തൊരു മുടിയാണ്. എന്നിട്ട് പോലും ആ ഒരു നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ വളരും. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുക. അതേപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് മെയിൽ അയച്ചിരുന്നു, മുടിക്ക് നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിട്ടൊക്കെ മെയിൽ അയച്ചിരുന്നു. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ട് മെയിലിൽ തന്നെ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിന് റിസൾട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത 14 ഡേയിലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.